Hey everyone, welcome back to yet another episode. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വി ആർ ഗോണ ട്രൈ ദ കൊറിയൻ മേക്കപ്പ് ഇൻ ബ്രൗൺ സ്കിൻ. അപ്പം നമുക്ക് ഒരു കൊറിയൻ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ഒരു ലിപ് ടിൻറ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു കളർ ടിൻറ്റ് വരുമ്പോൾ ചേരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ലാസ്റ്റ് വൺ. മേക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഈ ഒരു ലിപ് ടിൻറ്റ് ഒക്കെ ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ലിപ് ടിൻറ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ വീഡിയോയിലുണ്ട്. ആൻഡ് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തതെന്നുള്ളതും വീഡിയോയിലുണ്ട്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഓൾസോ ഇത് ഒരു ഏകദേശം ഒരു അവർ എപ്പോഴും കൊറിയൻ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു റോസ് ടിൻറ്റിൽ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ലിപ് ഷെയ്ഡും ബ്ലഷും ഐ ഷാഡോസും എല്ലാം വരുന്നത്. സോ ഇതൊരു കൊറിയൻ ബേസ്ഡ് ആയോ എന്നറിയത്തില്ല, ബട്ട് എനിക്ക് ഈ ഒരു മേക്കപ്പ് ഒരു ലുക്ക് എനിക്കിഷ്ടമായി. ഒരു നല്ലൊരു റോസ് ടിൻറ്റഡ് ലുക്ക് എനിക്കിഷ്ടമായി. വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അത്യാവശ്യം സ്കിന്നിപ്പോൾ വലിയ പ്രശ്നമില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഇല്ല. കയ്യിലുള്ള സിറംസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഉടനെ ഞാൻ കുറച്ച് കൊറിയൻ സ്കിൻ കെയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിൽ അപ്ഡേറ്റ് അതിൻ്റെ ഒരു റിസൾട്ട്. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ആസ് വി നോ, ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബേസ് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അപ്പം നമ്മുടെ നോർമൽ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ലൈക്ക് സിറംസ്, ലിപ് ബാം ഒക്കെ ഇടാം. പക്ഷെ ഞാൻ ഇതിൽ മോയ്സ്ചറൈസറാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്, സൺസ്ക്രീൻ ഇട്ടു. ഇത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണെങ്കിൽ പോലും ഞാൻ ആ ഒരു ടിൻറ്റ് അത്രയ്ക്ക് വരാത്ത രീതിയിൽ കുറച്ചായിട്ടാണ് ഇട്ടത്. ബിക്കോസ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പോൾ ഞാനൊരു സൺസ്ക്രീനിൻ്റെ യൂസിന് വേണ്ടി കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ പുറത്തെവിടെയും പോകുന്നില്ല. ആൻഡ് ദ ഫേമസ് ഫൗണ്ടേഷൻ ടേർൻ്റെ ഫൗണ്ടേഷനാണ്. ആൻഡ് 23N സാൻഡ് എന്നുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് മിനി ആണ് കേട്ടോ. ടെർട്ടിൻ്റെ തന്നെ വലിയ പാക്കുണ്ട്, ഇത് മിനി വൺ ആണ്. എനിക്ക് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ടെർട്ടിൻ്റെ അവർക്ക് കുറച്ചുകൂടെ യെല്ലോയിഷ് ഷെയ്ഡ് ആവുന്നുണ്ട് കുറേ കഴിയുമ്പോൾ എന്ന്. പക്ഷേ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഞാനിത് കൂടുതലും പുറത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസീലേഴ്സും യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്പഞ്ച് ഭയങ്കര ചെറുതാണ്, ഒരു കംഫർട്ടബിളായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പൊതുവേ ഇതിങ്ങനെ വെച്ച് അത്യാവശ്യം ഫേസിൽ മൊത്തം ആയതിനു ശേഷം പിന്നെ വേറൊരു ബ്രഷ് വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യലാണ് പതിവ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെർട്ടിൻ്റെ ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങൾ ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യുന്നതിലും ബെറ്റർ ലൈക്ക് ഡയറക്റ്റ് നമുക്ക് ഇപ്പോൾ നൈക്ക സ്റ്റോഴ്സിലോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പോയി മേടിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഷെയ്ഡ് മാച്ച് ആവുന്നത്. ബട്ട് ഞാനിത് ഓൺലൈനായിരുന്നു എടുത്തത്. എന്തോ ഒരു ലക്കിന് ഞാൻ ഫസ്റ്റ് ഷെയ്ഡ് എടുത്തപ്പോൾ കുറച്ച് ഡാർക്കായിരുന്നു. സെക്കൻഡ് ഷെയ്ഡ് അത്യാവശ്യം നോക്കിയെടുത്തപ്പോൾ എൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നു. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 02 എന്നുള്ള ഷെയ്ഡിലെ കൺസീലറാണ്. കുറച്ച് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിന്നെ ചുണ്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ കൊറിയൻ ലിപ് ടിൻ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റിഷ് ഷെയ്ഡായിട്ട് തോന്നണം. അപ്പം നമ്മുടെയൊക്കെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്തിട്ട് വേണം ആ ഒരു ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ടിൻറ്റഡ് ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് ലിപ്സിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആസ് യു ക്യാൻ സീ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഐബ്രോയിൽ നമുക്ക് കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്തിട്ട് നോക്കണം എവിടേക്കാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ആ ഒരു എക്സ്ട്രാസിൻ്റെ ഏരിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കൺസീലർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ലൈക്ക് either യു ക്യാൻ യൂസ് ദ ബ്രഷ്. എങ്ങനത്തെ ബ്രഷാണെന്നറിയോ, നമ്മുടെ പോയിൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ബ്രഷസ് ഇല്ലേ, അത് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലൈക്ക് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു എക്സ്ട്രാസ് ഭയങ്കരമായിട്ട് കാണത്തില്ല. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐ ഷാഡോസ് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ലൈക്ക് നമ്മുടെ കണ്ണിൻ്റെ പുറത്തും ആ ഒരു കുറച്ച് കൺസീലർ കയ്യിലുള്ള കുറച്ച് ബാലൻസ് കൺസീലർ നമ്മുടെ ഐസിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ വി ആർ ലൈക്ക് സെറ്റിംഗ് ഓൾ ദിസ്. ഇത് ലാക്മിയുടെ 40++ ലൈക്ക് സൺ പ്രൊട്ടക്ഷനോടുള്ള ഒരു ന്യൂ കോമ്പാക്റ്റാണ്. ന്യൂ അല്ല, കുറച്ചായി കോമ്പാക്റ്റാണ്. ആൻഡ് അതുകൊണ്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ ഓവറോൾ ഒന്നുകൂടെ സെറ്റാവാൻ ബ്രഷ് കൊണ്ട് എല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്തു. ആൻഡ്
മെയിൻ താരം FWEE എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല. കുറച്ച് എക്സ്പെൻസീവ് സൈഡായിട്ടുള്ള ലിപ്പ് ആൻഡ് ബ്ലഷ് ടിൻ്റാണ് വിച്ച് ഈസ് എ കൊറിയൻ ബ്രാൻഡ്. ഇതെനിക്ക് ഇവിടുന്ന് മേടിച്ച് തന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് സ്പാർക്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ആൻഡ് ഈസിലി ബ്ലെൻഡ് ആവും. ആൻഡ് വൺ മോർ തിങ്, ഇത് ബ്ലഷിനേക്കാൾ എനിക്കിഷ്ടം ലിപ് ടിൻ്റായിട്ടാണ്. ഞാനിത് ആദ്യം ലിപ് ടിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അറിയില്ലായിരുന്നു. ഞാനിത് ബ്ലഷിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഇതിൽ, കാരണം ഇത് ഞാൻ പോയി എടുത്തതല്ല. വൺസ് ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് അവിടെ എടുക്കാതെ വന്നപ്പോൾ പിന്നെ പോയി ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് ലിപ്സിലിടാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ഞാനെന്തോ യൂട്യൂബിൽ ഒക്കെ കണ്ടപ്പോഴാണ് ഓക്കെ ഇത് ലിപ്പിലും ഇടാൻ പറ്റും എന്ന് അറിഞ്ഞത്. അപ്പോൾ നല്ല പ്യോർ വൈറ്റ് സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഈ ബ്ലഷ് കുറച്ചുകൂടെ എടുത്തറിയും. അതല്ലെങ്കിൽ ഈ ഒരു സാധനം ലിപ് ടിൻ്റായിട്ട് അടിപൊളിയാണ്. എനിക്കിത് ബ്ലഷിനേക്കാൾ മച്ച് 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 ഇഷ്ടം ലിപ് ടിൻ്റായിട്ടാണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ആസ് യൂഷ്വൽ ഐലൈനർ എഴുതി. ആൻഡ് ഇവിടെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, മസ്കാര ഇട്ടു. നമ്മൾ ആക്ച്വലി ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ഷാഡോ ഇട്ടിട്ട് വേണം നമ്മുടെ ഐലൈനർ എഴുതാൻ. പക്ഷേ ഞാനത് മിസ് ചെയ്തു. പിന്നെ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ഇട്ടു. ഇത് നല്ല ഭയങ്കര എന്താ നമ്മുടെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഇല്ലാത്ത എന്നാൽ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടുന്ന ഒരെണ്ണമാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ. അതിട്ടു. ആൻഡ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഓ ഐ ഷാഡോ ഇടാൻ മറന്ന കാര്യം. പിന്നെ ഞാൻ നമ്മുടെ FWEയുടെ തന്നെ ലിപ് ടിൻ്റ് ഇട്ടു. ഐ മീൻ ചീക്ക് ആൻഡ് ലിപ്പ് ഇതിലെ ലിപ് ടിൻ്റായിട്ടും യൂസ് ചെയ്തു. നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്, കറക്റ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ലിപ് ടിൻ്റ്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ലിപ്പിലിട്ട് നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഒരു ഭയങ്കര ഒരു പ്രത്യേക ഭയങ്കര ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എന്നുള്ള ഒരു ഫീല് വരാതെ നല്ല ഒരു ടിൻ്റാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് പിങ്കിഷ് ഷെയ്ഡ് എനിക്ക് ലിപ്സിൽ ചേരില്ല, എനിക്കെപ്പോഴും ഒരു ന്യൂഡ് കളർ ഷെയ്ഡ്സ് ആയിരിക്കും ചേരുന്നത്, അല്ലെങ്കിൽ ബ്രൗൺ ന്യൂഡ് കളർ ഷെയ്ഡ് ആയിരിക്കും ചേരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, എനിക്ക് പിങ്ക് ഷെയ്ഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേരുന്നുണ്ട്. ഇത് ഒരു പൗഡറി മാറ്റ് പോലത്തെ ഒരു പൗഡറി ആയിട്ടുള്ളതാണ്, എന്നാൽ കംഫർട്ടബിളാണ് ലിപ്സിൽ. ഇങ്ങനെ നമ്മുടെ ലിപ്സിലിങ്ങനെ ഇങ്ങനെ പാടുണ്ടാവുമല്ലോ, അതൊന്നും അറിയത്തൊന്നുമില്ല. അത് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഐ ഷാഡോ ഇടുന്ന കാര്യം മറന്നുപോയത്. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു പിങ്ക് ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇടുക, അതുപോലെ കണ്ണിൻ്റെ മുകളിലും ഇടുക. നിങ്ങൾ എപ്പോഴും ഐ ഷാഡോ ഇട്ടതിന് ശേഷം മാത്രം ഐലൈനർ എഴുതുക. ഞാൻ മറന്നുപോയതാണ്. അത് കഴിഞ്ഞ് മസ്കാര, അങ്ങനെ ഓൾ ഐ ഷാഡോ, ഐലൈനർ, മസ്കാര, അങ്ങനെ കണ്ണ് സെറ്റ് ചെയ്തു. പിങ്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത്. ആസ് കൊറിയൻസിൻ്റെ എപ്പോഴും ഒരു പിങ്ക് ഷെയ്ഡാണ് അവരുടെ കണ്ണും ചുണ്ടും. അങ്ങനെ ലിപ്പ് പക്ഷെ നമ്മുടെ കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു പിങ്കിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ലിപ്പ് ഇങ്ങനെ വെക്കുന്നെങ്കിൽ ഇങ്ങനെ വെക്കാം, ദിസ് ഇസ് നൈസ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്ക്നെസ് ലിപ്സിൽ വേണം തോന്നി. അപ്പോൾ ഞാൻ ഷുഗർ റഷ് മാസിൻ്റെ ഷുഗർ റഷ് ബ്ലഷ് ഉണ്ട്, അതിൻ്റെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ സെൻറ്റർ പാർട്ടിൽ, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, സോ ഭയങ്കര കുറച്ച് മാത്രം എടുത്തിട്ട് ആ ഒരു സെൻറ്റർ പാർട്ട് ഒന്നുകൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തു. അപ്പോഴത്തേക്കൊരു ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് എന്നുള്ളൊരു മിക്സ് കിട്ടി, വിച്ച് ഈസ് മച്ച് ബെറ്റർ എന്നെനിക്ക് തോന്നി. കുറച്ചധികം രസമുള്ളതായിട്ട് എനിക്ക് തോന്നി. ബട്ട് FWEയുടെ അത് മാത്രം ഇട്ടാലും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഒരു കൊറിയൻ ലിപ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 ഷെയ്ഡായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് അതുകൂടെ ഇട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി കൊറിയൻ മേക്കപ്പ് ഇൻ ബ്രൗൺ സ്കിൻ. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ഭയങ്കര കൊറിയൻ മേക്കപ്പ് ആയോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു 50% ഒക്കെ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ആ ഒരു ലിപ് ഷെയ്ഡും ഒക്കെ പിന്നെ അവരുടെ തന്നെ ഫൗണ്ടേഷനും ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഐ വിൽ സേ കണ്ണെഴുതിയത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദി എൻ്റയർ ലുക്ക്. അങ്ങനെ നമ്മൾ ഈ ഒരു കൊറിയൻ മേക്കപ്പ് ട്രൈ ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു 10ൽ ഒരു 7 കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വാട്ട് യു തിങ്ക്, ഡു കമൻറ്റ്. And that's it. I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.